കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിനാ എന്നെ കാണൂന്ന് പറഞ്ഞത്? പറഞ്ഞല്ലോ, കുടിയൊഴിഞ്ഞു തരാൻ തയ്യാറാണ് ഞങ്ങള്. ഒന്നും കാണാതെ ശാരദാമ്മ അങ്ങനെ ചെയ്യില്ലല്ലോ. അതിനുള്ള ഉപാധി എന്താണെന്നും കൂടി പറയ. എനിക്ക് എന്റെ മകളെ പടിയിറക്കി വിടണം. അതിനുള്ള പണം രാജേശ്വരി എനിക്ക് തരണം. നിങ്ങളെ കുടിയിറക്കാൻ ഞാൻ പഠിച്ച പണി 18 വയറ്റി എന്നുള്ളത് ശരിയാ. നിങ്ങൾ ഒഴിഞ്ഞു തന്നില്ല. അത് കഴിഞ്ഞ് സംഭവങ്ങൾ ഒരുപാട് നടന്നു. പാലത്തിനടിയിൽ കൂടി ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇപ്പൊ ഇറങ്ങിത്തരാന്ന് ശാരദാമ്മ ഇങ്ങോട്ട് വന്ന് പറയുമ്പോ എനിക്കൊരാളുമായിട്ട് കൂടി ഒന്ന് ആലോചിക്കണം. 1 മിനിറ്റ്, ഞാനൊരു കോൾ ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് മറുപടി പറയാം. ചേച്ചിയാണല്ലോ. ഹലോ ചേച്ചി. ബാലേന്ദ്ര, നീ ഇപ്പൊ എവിടെയാ? ഇവിടെ ശാരദാമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചേച്ചി? എടാ, ശാരിക അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി സമാധാനമായി ജീവിക്കാൻ നമ്മൾ വഴിവെക്കണോന്നാ ഞാൻ ചോദിക്കുന്നേ. അതൊക്കെ നമുക്ക് നോക്കാം ചേച്ചി, പിന്നുള്ള കാര്യങ്ങളല്ലേ. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ചേച്ചി ഇപ്പം തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ ശാരദാമ്മയോട് അങ്ങോട്ട് പറ. ശരി. വിളിച്ചത് വേറെ ആരെയല്ല, ഗോപാലേട്ടനെ തന്നെയാ. ശാരദാമ്മയും മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരന് സ്വർഗം ലഭിച്ച സന്തോഷ. വേണ്ടത് എന്താന്ന് വെച്ചാ കൊടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു ഗോപാലേട്ടൻ. ഭൂമി ഞങ്ങൾ എടുത്തോളാം ശാരദാമ്മേ. ശാരികയെ പറഞ്ഞയക്കാനുള്ളത് എന്തായാലും ശാരദാമ്മയ്ക്ക് കിട്ടിയിരിക്കും. പിന്നെ ഒരു ഉപാധി കൂടിയുണ്ട്. ശാരദാമ്മയും രാജേശ്വരിയും തമ്മിലായിരിക്കും ഇടപാട്. ഇക്കാര്യം ഗോപാലേട്ടനോട് പറഞ്ഞതായി പോലും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. എന്തു പറഞ്ഞാലും സ്വന്തം മകളുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ. അതിന്റെ പേരിൽ കിടപ്പാട് എഴുതി വാങ്ങിക്കാൻ ഒരു ചമ്മലുണ്ടാവും ഗോപാലേട്ടന്. നാട്ടുകാരറിയുന്നതിനേക്കാൾ കൂടുതലായി ശാരദാമ്മയും മക്കളും ഇത് അറിയരുതെന്നാ എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. ഗോപാലേട്ടനോട് ഈ ഇടപാടിന്റെ കാര്യം സംസാരിക്കുകയോ അദ്ദേഹത്തിന് അറിവുള്ളതായി ഭാവിക്കുകയോ ചെയ്യരുത്. എന്തു പറയുന്നു? ഇല്ല രാജേശ്വരി, ഒരിക്കലും ഇല്ല. എന്നാ നമുക്ക് പിരിയ ശാരദാമ്മേ. ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം. ഇനി മുതൽ കുടുംബശ്രീയുടെ സ്റ്റിയറിംഗ് രാജേശ്വരിയുടെ കയ്യിലാ ശാരദാമ്മേ. വണ്ടി എങ്ങോട്ട് ഓടണമെന്ന് ഞാൻ നിശ്ചയിക്കും.
എങ്കിലും ഗോപാലേട്ടൻ എന്താ ഭാമേ, നീ കാര്യം പറയ്. എന്റെ പൊന്നുമോലൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അവിടെ നിക്കടാ, ഇങ്ങോട്ട് വാ. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? എന്താ നിനക്ക് കളിയാക്കാനുള്ള കളിപ്പാവയാണെന്ന് കരുതിയോടാ ഞാൻ? അമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അമ്മ ആ സമയത്ത് ആ വീട്ടിൽ വന്ന് കയറുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വന്ന് കയറിയില്ലെങ്കിൽ അപ്പോഴും വൈദേഹിയുടെ വീട്ടിലെ ഡ്രൈവർ തന്നെയല്ലേ നീ? സത്യഭാമയുടെ മകൻ എന്നുള്ളത് തൂത്താലും തുടച്ചാലും പോയില്ല. ഭാമേ, എന്തായി നടക്കുന്നേ? രാഘവേട്ട, ഞാൻ ഇന്ന് വൈദേഹിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടുത്തെ ഡ്രൈവറായി ഗ്യാസ് കുറ്റിയും ചുമന്നോണ്ട് വന്നത് ആരാണെന്നറിയോ? ദേ എന്റെ പൊന്നുമോൻ. എന്റെ തൊലി ഉരിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. ഭാഗ്യത്തിന് വൈദേഹിക്ക് മനസ്സിലായില്ല ഇവൻ എന്റെ മകനാണെന്നുള്ള കാര്യം. അതിന് വിഷ്ണുവേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. മറ്റു ചിലർ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതലാണല്ലോ വിഷ്ണുവേട്ടന് ജോലി ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത്. അവരുടെ കുടുംബത്തിലുള്ളവരുടെ മുഴുവൻ കല്യാണവും സ്ത്രീധനവും എല്ലാം ഇനി വിഷ്ണുവേട്ടന്റെ തലയിലാവും. അതിനുവേണ്ടി കൂലിപ്പണിക്കോ വാഷ്റൂം കഴുകാനോ ഒക്കെ പോയെന്നിരിക്കും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എന്റെ ആന്റിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമായത്. എന്ത് അഭിമാന സുസ്മിതേ? ഇവൻ ഡ്രൈവറായി പോയതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മാനം അങ്ങ് ഇടിഞ്ഞു വീണുപോയോ? അതിനേക്കാൾ മോശമെന്ന് പറയുന്ന ജോലി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവന്റെ അച്ഛൻ. ഭാമയും അതൊക്കെ അങ്ങ് മറന്നിട്ടല്ല രാഘവേട്ട. സത്യഭാമയുടെ മകന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ശാരികയുടെ സ്ത്രീധനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആ ബാധ്യത തീർക്കാൻ ഇവന് പണം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അമ്മേ, ശാരികയുടെ സ്ത്രീധനത്തിന് മാത്രം പ്രശ്നമല്ല. അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ആ ബാധ്യത തീർക്കാം. പക്ഷേ അതൊരു ഔദാര്യം മാത്രമാ. സത്യഭാമ ആരെടുത്തുനിന്ന് ഔദാര്യം സ്വീകരിക്കാറില്ലല്ലോ. സത്യഭാമയുടെ മകൻ അത് ചെയ്യണമെന്നാണോ അമ്മ പറയുന്നേ? ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറയുന്നുണ്ടല്ലോ. ജോലി ചെയ്യാൻ പറഞ്ഞു വിട്ടവര് തന്നെ ന്യായവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആന്റി. ചായക്കടയിൽ ഗ്ലാസും കഴുകി അടുപ്പത്ത് അരിയിടുന്നവർക്ക് ഒന്നിനൊരു മടി ഉണ്ടാവില്ല. സുസ്മിതേ, എന്നെ ഇതിലേക്ക് വലിച്ചഴക്കണ്ട. എന്റെ കുടുംബത്തെ വലിച്ചഴക്കൂടി.
നിന്റെ ശാരികേച്ചിയുടെ സ്ത്രീധന പ്രശ്നം വന്നപ്പോ മുതലാണല്ലോ വിഷ്ണുവേട്ടൻ ജോലി തേണ്ടി അലയാൻ തുടങ്ങിയത്. തലേണ മന്ത്രം ഓതിക്കൊടുത്തിട്ട് വന്നു നിന്ന് നിഷ്കളങ്ക ചമയുന്നോ? സത്യാമ്മയ്ക്ക് ബോധ്യം വരാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. വിഷ്ണുവേട്ടൻ ജോലി അന്വേഷിച്ച് നടന്നതോ ഇപ്പൊ ജോലിക്ക് പോകുന്നതോ ഞാൻ പറഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ ഭർത്താവ് ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ആരെയും കബളിപ്പിച്ചോ വഞ്ചിച്ചോ പണം സമ്പാദിക്കുകയല്ലോ. അതിന്റെ പേരിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ശാലിനിക്ക് അതൊരു പ്രശ്നമല്ല. ന്യായമല്ലാത്തത് ആര് പറഞ്ഞാലും അതിനു മുന്നിൽ തല താഴ്ത്തി നിന്ന് കളയരുത്. നല്ല മറുപടി കൊടുക്കണം. അതിപ്പോ അമ്മയായാലും അച്ഛനായാലും. വിഷ്ണുട്ടമ്മ, ആന്റിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ആര് പറഞ്ഞിട്ടാ വിഷ്ണുവേട്ടൻ വല്ലവന്റെ വീട്ടിൽ വളയം പിടിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് ആന്റിയുടെ മുഖത്ത് നോക്കി നേർക്ക് നേരെ അവള് വെല്ലുവിളിച്ചത്. നാളെ വിഷ്ണുവേട്ടനെ കൊണ്ട് അവൾ ആന്റിയെ തല്ലിക്കുകയും ചെയ്യും. അങ്ങോട്ടാ കാര്യങ്ങളുടെ പോക്ക്. സുസ്മിതേ, എന്താ അങ്കിൾ? നീ വന്നേ. എന്താ അങ്കിൾ? ഇങ്ങോട്ടൊന്ന് കുനിഞ്ഞേ, ഒരു സ്വകാര്യം പറയാനാ. പറഞ്ഞോ അങ്കിൾ. ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ നീ വിഷം കലക്കാൻ ശ്രമിക്കുന്നത് കണ്ടോണ്ടിരിക്കുക ഞാൻ. പക്ഷേ സഹിക്കാവുന്ന നിനക്കൊരു പരിധിയുണ്ട് കേട്ടോ. അതിര് വിട്ടാൽ വീൽ ചെയറിലാണെന്ന് നോക്കത്തില്ല, അടിച്ചിൻ്റെ പല്യം കുഴിക്കും. ഇതെൻ്റെ ഭാമാൻ്റെ അറിയണ്ട, ഓർമ്മയെ വെച്ചിരുന്നാൽ മതി. കണ്ടോടി. ശരി അങ്കിൾ. എന്താ സുസ്മിത? അല്ല ആന്റി, ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടാന്ന് പറയായിരുന്നു അങ്കിള്. എന്നാലും ആന്റി വിട്ടുകൊടുക്കരുത്. ആന്റി മനഃപൂർവ്വം അപമാനിക്കുകയല്ലേ വിഷ്ണുവേട്ടൻ ചെയ്തത്? വിടില്ല മോളെ, കാണാം നമുക്ക് ഇതെവിടം വരെ പോകുന്നു. ഭാമേ, എനിക്ക് പുറത്തേക്ക് നിർന്നാൽ കൊള്ളാമെന്നുണ്ട്. രാഘവൻ നായരെ, നിങ്ങളല്ല നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ പോലും ശാലിനിയും വിഷ്ണുവിനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ സുസ്മിത? അല്ലെങ്കിൽ സുസ്മിത ചാവണം. എന്റെ ഭർത്താവ് ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ആരെയും കബളിപ്പിച്ചോ വഞ്ചിച്ചോ പണം സമ്പാദിക്കുകയല്ലോ. അതിന്റെ പേരിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ശാലിനിക്ക് അതൊരു പ്രശ്നമല്ല. അപ്പോ ആൾക്കെന്നോട് സ്നേഹമുണ്ട്.
പോണ്ട, ഇയാളിവിടെ കിടന്നോ. അല്ല, ഇയാൾക്ക് കിടക്കാറായില്ലേ? ആ, കിടക്കണം. ശരി. ഇയാളിന്ന് തറയെ കിടക്കണ്ട, പിന്നെ ബെഡിൽ കിടന്നു. ഇന്നത്തേക്ക് ഒരു കൺസെഷൻ. സത്യം? അത്രയ്ക്ക് റിയാക്ഷൻസ് ഒന്നും വേണ്ട. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരികയല്ലെന്ന് കരുതി ഒരു ദയ തോന്നിയേ ഉള്ളൂ. ചേട്ടാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ പഠിക്ക് പോയി തുടങ്ങിയേനെ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇതാണല്ലേ ഈ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് ആൾക്കാർ പറയുന്നത്. മനസ്സിലായില്ല. അതല്ല, ഈ ഒരു ബെഡില് ഭാര്യ ഭർത്താക്കന്മാര് കിടന്നാലല്ലേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങൂ. ആഹാ, ദുരുദ്ദേശമായിട്ടാണോ ബെഡിലേക്ക് വരുന്നത്? അല്ലല്ലല്ല, ഈ ബെഡ് വരെത്തി എന്റെ സന്തോഷം പങ്കുവെച്ചെന്നുള്ളൂ. ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലെല്ലാം ലോകത്തിന് മുന്നിൽ മാത്രമായിരിക്കും ഇനി മേലാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഭാര്യയായി നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. ഒരു ദാമ്പത്യ ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവില്ല, ഒരിക്കലും. പുരോഗതി ഉണ്ട്. ഒരു ഉമ്മ കൊടുത്താലോ? പാവം, എന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ഒരു ഉമ്മ കൊടുത്താലോ? ഉറക്കത്തിലായതുകൊണ്ട് അറിയില്ല.